ഓം ശാന്തി 29/1/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഏതുപോലെയാണോ ബാബ നിങ്ങളുടെ അലങ്കാരം ചെയ്യുന്നത്, അതുപോലെ നിങ്ങളും മറ്റുള്ളവരുടേത് ചെയ്യണം. മുഴുവൻ ദിവസവും സേവനം ചെയ്യൂ. ആര് വരുന്നുവോ അവർക്ക് മനസ്സിലാക്കി കൊടുക്കൂ. ചിന്തയുടെ ഒരു കാര്യവുമില്ല. ചോദ്യം: ഈ ജ്ഞാനം കോടിയിൽ ചിലർ മാത്രമാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ധാരണ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഉത്തരം: എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പുതിയ കാര്യമാണ് കേൾപ്പിക്കുന്നത്. നിങ്ങൾ പറയുന്നു പരമാത്മാവ് ബിന്ദു സമാനമാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ സംശയിക്കുന്നു. ശാസ്ത്രങ്ങളിലാണെങ്കിൽ ഈ കാര്യങ്ങൾ കേട്ടിട്ടേയില്ല. ഇത്രയും സമയം ചെയ്ത ഭക്തി ആകർഷിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കുന്നില്ല. എന്നിട്ടും ഇങ്ങനെയുള്ള ചില ഈയാമ്പാറ്റകൾ വരുന്നുണ്ട്. അവർ പറയുന്നു, ബാബ, ഞങ്ങൾ തീർച്ചയായും വിശ്വത്തിന്റെ അധികാരി ആകും. നമുക്കിങ്ങനെയുള്ള ബാബയെ ലഭിച്ചു. ഇനി നമുക്ക് എങ്ങനെ ഉപേക്ഷിക്കാൻ സാധിക്കും? എല്ലാം സമർപ്പണം ചെയ്യാനുള്ള തുടിപ്പ് ഉണ്ടാകുന്നു. ഗീതം: ദൂരദേശത്ത് വസിക്കുന്നവനെ. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾക്ക് നല്ല രീതിയിൽ അറിയാം നമ്മൾ യാത്രക്കാരാണെന്ന്. ഇത് നമ്മുടെ ദേശമല്ല. ഇത് പരിധിയില്ലാത്ത നാടകമാണ്. വളരെ വലിയ സ്റ്റേജാണ്. എത്ര വലിയ വലിയ ലൈറ്റുകളാണ്! ഇത് സദാ കത്തിക്കൊണ്ടിരിക്കുന്നു. ആത്മാവിനറിയാം നമ്മളെല്ലാം അഭിനേതാക്കളാണ്. അവരവരുടെ നമ്പർ അനുസരിച്ച് കൃത്യസമയത്ത് വരുന്നു ഈ പാർട്ട് അഭിനയിക്കുന്നതിനായി. ഏറ്റവും ആദ്യം നിങ്ങൾ വീട്ടിലേക്ക് പോയി പിന്നീട് ഇവിടേക്ക് വരുന്നു. ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കി ധാരണ ചെയ്യേണ്ട കാര്യമാണ്. നാടകത്തിലെ അഭിനേതാക്കളായിട്ട് പരസ്പരം കർത്തവ്യങ്ങൾ അറിയില്ല എങ്കിൽ അവരെ പിന്നെന്തു പറയും? ഡ്രാമയുടെ ആദി മധ്യ അന്ത്യത്തെ അറിയുന്നതിലൂടെയാണ് നിങ്ങൾ ഇതായി മാറുന്നത്. അതുകൊണ്ട് ഈ പഠിത്തം എല്ലാത്തിൽ നിന്നും വേറിട്ടതാണ്. ബാബ ബീജരൂപനാണ്, നോളജ് ഫുള്ളാണ്. സാധാരണ ബീജത്തെയും വൃക്ഷത്തെയും അറിയാമല്ലോ. ആദ്യം ചെറിയ ചെറിയ ഇലകൾ വരുന്നു. പിന്നീട് വലുതായി വലുതായി വൃക്ഷം എത്രയാണ് വൃദ്ധിപ്പെടുന്നത്? എത്ര സമയമെടുക്കുന്നു? നിങ്ങളുടെ ബുദ്ധിയിൽ ഈ ജ്ഞാനവുമുണ്ട്. ബാബയാണെങ്കിൽ ഒരു പ്രാവശ്യം മാത്രമാണ് വരുന്നത്. മധുരമധുരമായ കുട്ടികളെ, ഇത് അനാദിയും അവിനാശിയുമായ നാടകമാണ്. ബാബയാണ് സ്വർഗത്തിന്റെ രചയിതാവ്, ഹെവൻലി ഗോഡ് ഫാദർ. സ്വർഗം സ്ഥാപിക്കുന്ന ബാബയ്ക്ക് വരേണ്ടതായി ഉണ്ട്. പാടിയിട്ടുമുണ്ട്, ദൂരദേശത്ത് വസിക്കുന്നവനെ. ഈ രാവണരാജ്യം പരദേശമാണ്. രാവണരാജ്യത്തിൽ രാമന് വരണം. നിങ്ങളുടെ ബുദ്ധിയിൽ മാത്രമാണ് ജ്ഞാനമുള്ളത്. അതുകൊണ്ട് ബാബ ആത്മാക്കൾക്ക് മനസ്സിലാക്കി തരികയാണ്, നിങ്ങൾ എല്ലാവരും യാത്രക്കാരാണ്. എല്ലാവരും ഒരുമിച്ച് പാർട്ട് അഭിനയിക്കാനായി വരില്ല. നിങ്ങൾക്കറിയാം, ഏറ്റവും ആദ്യമുള്ളത് ദേവതകളാണ്. ആ സമയം മറ്റാരും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ചുപേരായിരിക്കും പിന്നീട് അഭിവൃദ്ധി പ്രാപിക്കുന്നു. നിങ്ങൾ ആത്മാക്കൾ എല്ലാവരും ശരീരം ഉപേക്ഷിച്ച് അവിടേക്ക് വരുന്നു. ഈ ബുദ്ധി ബാബ തന്നെയാണ് തന്നിട്ടുള്ളത്. നിങ്ങൾ ആത്മാക്കൾക്ക് ഇപ്പോൾ ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. നമ്മൾ വിത്തിന്റെയും വൃക്ഷത്തിന്റെയും ആദി മധ്യ അന്ത്യത്തെ അറിയുന്നു. വിത്ത് മുകളിലാണ്, താഴെ മുഴുവൻ വൃക്ഷവും പടർന്നിരിക്കുന്നു. ഇപ്പോൾ വൃക്ഷം പൂർണമായും ജീർണിച്ചിരിക്കുന്നു. നിങ്ങൾ കുട്ടികൾ ഈ വൃക്ഷത്തിന്റെ ആദി മധ്യ അന്ത്യത്തെ അറിഞ്ഞിരിക്കുന്നു. മുൻപ് ഋഷി മുനിമാരോട് രചയിതാവിന്റെയും രചനയുടെയും ആദി മധ്യ അന്ത്യത്തെ അറിയുമോ
എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല അറിയില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അവർക്ക് പോലും അറിയില്ലായിരുന്നുവെങ്കിൽ പിന്നെങ്ങനെ പരമ്പരയായി വരും? ഈ കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ ധാരണ ചെയ്യണം. മറക്കരുത്. പഠിപ്പാണ്, അതിനാൽ നന്നായി പഠിക്കണം. പഠിപ്പിലൂടെയും യോഗബലത്തിലൂടെയുമാണ് നിങ്ങൾ പദവി നേടുന്നത്. തീർച്ചയായും പവിത്രമായി മാറണം. ഒരു ബാബയ്ക്കല്ലാതെ ആർക്കും പവിത്രമാക്കാൻ സാധിക്കില്ല. വിനാശി ധനം ദാനം ചെയ്യുകയാണെങ്കിൽ രാജകുലത്തിൽ അല്ലെങ്കിൽ നല്ല കുലത്തിൽ ജന്മമെടുക്കുന്നു. നിങ്ങൾ കുട്ടികൾക്ക് വളരെ വലിയ വീട്ടിൽ ജന്മം ലഭിക്കുന്നു. പുതിയ ലോകം വളരെ ചെറുതാണ്. സത്യയുഗത്തിൽ ദേവതകളുടേത് ഒരു ഗ്രാമം പോലെ ചെറുതാണ്. തുടക്കത്തിൽ ബോംബെ എത്ര ചെറുതായിരുന്നു. ഇപ്പോൾ നോക്കൂ എത്ര വൃദ്ധി പ്രാപിച്ചിരിക്കുന്നു. ആത്മാക്കളെല്ലാം അവരുടെ പാർട്ട് അഭിനയിക്കുന്നു. എല്ലാവരും യാത്രക്കാരാണ്. ബാബ ഒരു പ്രാവശ്യത്തെ മാത്രം യാത്രക്കാരനാണ്. നിങ്ങളും ഒരു പ്രാവശ്യത്തെ മാത്രം യാത്രക്കാരാണ്. നിങ്ങളും ഒരു പ്രാവശ്യം മാത്രമാണ് വരുന്നത്. പിന്നീട് പുനർജന്മം എടുത്ത് പാർട്ട് അഭിനയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അമരലോകത്തിലേക്ക് പോകാൻ വേണ്ടി അമരകഥ കേൾക്കുന്നു. അതിലൂടെ 21 ജന്മം ഉയർന്ന പദവി നേടുന്നു. 21 തലമുറ എന്ന് പറയാറില്ലേ? തലമുറ അർത്ഥം വാർദ്ധക്യം വരെ. പിന്നീട് അടുത്ത ശരീരം സ്വയം തന്നെ എടുക്കും. അകാലെ മൃത്യു സംഭവിക്കില്ല. അത് തന്നെയാണ് അമരലോകം. കാലന്റെ പേരുപോലുമില്ല. പെട്ടെന്നുള്ള മരണം ഉണ്ടാകില്ല. നിങ്ങൾ ഒരു ശരീരം വിട്ട് അടുത്തതെടുക്കുന്നു. ദുഃഖത്തിന്റെ ഒരു കാര്യവുമില്ല. സർപ്പത്തിനെന്താ തോലുരിയുമ്പോൾ ദുഃഖമുണ്ടാകാറുണ്ടോ? കൂടുതൽ സന്തോഷമുണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ആത്മാവിന്റെ ജ്ഞാനം ലഭിക്കുന്നു. ആത്മാവാണ് എല്ലാം ചെയ്യുന്നത്. ആത്മാവിൽ തന്നെയാണ് ബുദ്ധിയുള്ളത്. ശരീരം തീർത്തും വേറെയാണ്. അതിൽ ആത്മാവില്ലെങ്കിൽ അതിന് ചലിക്കാൻ സാധിക്കില്ല. എങ്ങനെയാണ് ശരീരം ഉണ്ടാകുന്നത്? ആത്മാവ് എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? ഓരോ കാര്യവും അത്ഭുതകരമാണ്. ബാബ പറയുകയാണ്, മധുരമധുരമായ കുട്ടികളെ, നിങ്ങളുടെ സ്വർഗം അത്ഭുതകരമായ ലോകമാണ്. രാവണരാജ്യത്തിൽ 7 അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ട്. രാമരാജ്യത്തിൽ ബാബയുടെ ഒരൊറ്റ അത്ഭുതമാണുള്ളത്. അതാണ് സ്വർഗം. അത് പകുതി കൽപ്പം നിലനിൽക്കുന്നു. മനുഷ്യർ കണ്ടിട്ടു പോലുമില്ല. എന്നിട്ടും എല്ലാവരുടെയും വായിൽ നിന്ന് സ്വർഗമെന്ന പേര് തീർച്ചയായും വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ബുദ്ധി കൊണ്ട് അറിയുന്നുണ്ട്. ചിലർ സാക്ഷാത്കാരവും ചെയ്തിട്ടുണ്ട്. ബാബ വിനാശവും തന്റെ രാജധാനിയും കണ്ടു. അർജുനനും സാക്ഷാത്കാരത്തിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ഇതാണ് ഗീതയുടെ എപ്പിസോഡ്. ബാബ പറയുകയാണ്, കുട്ടികളെ, ഇതാണ് പുരുഷോത്തമ സംഗമയുഗം. ഇപ്പോഴാണ് ഞാൻ വന്ന് നിങ്ങൾ കുട്ടികളെ രാജയോഗം പഠിപ്പിച്ച് ഇത്രയും ഉയർന്നതാക്കി മാറ്റുന്നത്. ലോകത്തിൽ ഈ കാര്യങ്ങളെ ആരും അറിയുന്നില്ല. നിങ്ങൾ വളരെ ആനന്ദത്തിൽ കഴിയുന്നു. ഇവിടെ മനുഷ്യർ മരിക്കുകയാണെങ്കിൽ ദീപം കത്തിക്കുന്നു. ആത്മാവ് അന്ധകാരത്തിലാകരുത് എന്ന് കരുതുന്നു. സത്യയുഗത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ല. സത്യയുഗത്തിൽ എല്ലാ ആത്മാക്കളുടെയും ദീപം തെളിഞ്ഞിരിക്കുന്നു. ഓരോ വീടുകളിലും പ്രകാശമായിരിക്കും. ഇവിടെ പിന്നീട് മനുഷ്യർ ഓരോ വീട്ടിലും തിരികൾ കത്തിക്കുന്നു. ബാബ പറയുന്നു, ഈ കാര്യങ്ങളെ നല്ല രീതിയിൽ ധാരണ ചെയ്യണം. ബാബയെയും സമ്പത്തിനെയും ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. നിങ്ങൾക്കറിയാം, നമ്മൾ ഇത്ര സമയം രാജ്യം ഭരിച്ചു. ആരാണോ വളരെ കാലമായി വേറിട്ടിരിക്കുന്നത് അവരോട് തന്നെയാണ് ബാബ സംസാരിക്കുന്നത്,
പഠിപ്പിക്കുന്നത്. കുട്ടികൾക്കറിയാം, ഈ സമയത്തെ കാര്യങ്ങൾ തന്നെയാണ് ഉത്സവങ്ങളായി ആഘോഷിക്കുന്നത്. ശിവജയന്തി ഭാരതത്തിൽ മാത്രമാണ് ആഘോഷിക്കുന്നത്. ശിവനാണ് ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ. അവരെങ്ങനെയാണ് ഭാരതത്തിൽ വരുന്നത്? സ്വയം പറയുന്നു, എനിക്ക് പ്രകൃതിയുടെ ആധാരം എടുത്ത് വരേണ്ടതായിയുണ്ട്. അപ്പോഴാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെ ജ്ഞാന അലങ്കാരം ചെയ്യിക്കും? ഇപ്പോൾ നിങ്ങളുടെ അലങ്കാരം നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് നിങ്ങൾ മനുഷ്യനിൽ നിന്ന് ദേവത ആകുന്നതിന്റെ മറ്റുള്ളവരുടെ അലങ്കാരം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വളരെ സഹജമാണ്. എന്നാൽ മനുഷ്യരുടെ ബുദ്ധി ഒന്നും മനസ്സിലാക്കാത്ത വിധത്തിൽ ശൂന്യമായിരിക്കുന്നു. സമയമെടുക്കുന്നു. നിങ്ങൾ പ്രദർശനിയിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്നു. ആര് വന്നോ, എങ്ങനെ മനസ്സിലാക്കി കൊടുത്തോ, എല്ലാം ഡ്രാമ. ചിന്തയുടെ ഒരു കാര്യവുമില്ല. കുട്ടികൾ പറയുന്നു, ബാബ തല വളരെ ഇട്ടടിക്കുന്നുണ്ട്. വരുന്നതോ കോടിയിൽ ചിലർ. അതും ഉണ്ടാകും. നിങ്ങൾ പരമാത്മാവ് ബിന്ദുവാണെന്ന് പറയുന്നു. ശാസ്ത്രങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യമേ ഇല്ല, അതുകൊണ്ട് സംശയിക്കുന്നു. നിങ്ങളും ആദ്യം അംഗീകരിച്ചിരുന്നില്ല. ചിലർ മനസ്സിലാക്കാൻ 2 വർഷം പോലും എടുക്കുന്നുണ്ട്. വിട്ടുപോകുന്നു, പിന്നീട് വരുന്നു. അത്ര എളുപ്പം ഭക്തി വിടില്ല. അത് അതിലേക്ക് തന്നെ ആകർഷിക്കുന്നു. ഇതും ഡ്രാമയിലെ പാർട്ടാണ്. നിങ്ങൾ ബ്രാഹ്മണരല്ലാതെ വേറെ ആരും അറിയുന്നില്ല. വിരാട രൂപത്തിന്റെയും അർത്ഥം മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ കരണം മറിച്ചിൽ. നിങ്ങൾ ചക്രം കറങ്ങുന്നു. ഇതിനെയാണ് വിരാട്ട നാടകം എന്ന് പറയുന്നത്. ഇതിന്റെയും ജ്ഞാനം നിങ്ങൾക്കുണ്ട്. ആ കോളേജുകളിൽ എന്തൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ആ കാര്യമില്ല. സയൻസ് വളർന്നുകൊണ്ടിരിക്കുന്നു. അതിലൂടെ വിനാശമുണ്ടാകണം. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഇത് വളരെ നല്ല കാര്യമാണെന്ന് പറയുന്ന വളരെ വിരളം പേരെ ഉണ്ടാകൂ. ഇത് ദിവസവും പോയി മനസ്സിലാക്കേണ്ടതായിയുണ്ട്. എത്ര ജോലി ഉണ്ടായാലും പറയും, നമുക്ക് ബാബയിൽ നിന്ന് തീർച്ചയായും സമ്പത്തെടുക്കണം. ഇതാണെങ്കിൽ അപാരമായ അളവില്ലാത്ത സമ്പാദ്യമാണ്. ബാബ പറയുന്നു, കുട്ടികളെ, എന്റെ ബുദ്ധിയിൽ മുഴുവൻ വൃക്ഷത്തിന്റെയും ജ്ഞാനമുണ്ട്. അതിപ്പോൾ നിങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ബാബ മനസ്സിലാക്കി തരുന്നത് വളരെ കൃത്യമാണ്. 1 സെക്കൻഡ് അടുത്തതുപോലെ ഉണ്ടാകില്ല. എത്ര സൂക്ഷ്മതയാണ്! നിങ്ങൾ എത്ര ചക്രങ്ങൾ കറക്കിയിട്ടുണ്ട്. ഈ നാടകം പേനിന് സമാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ചക്രം 5000 വർഷം എടുക്കുന്നു. അതിലാണ് മുഴുവൻ കളിയും നടക്കുന്നത്. അതിനെ തന്നെയാണ് അറിയേണ്ടത്. അവിടെ പശുക്കൾ പോലും ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. അവിടെ താങ്കളുടെ പദവി പോലെയായിരിക്കും ഫർണിച്ചറുകളും കെട്ടിടവും. ഷോ ഉണ്ടായിരിക്കും. ആത്മാവിനാണ് സന്തോഷമുണ്ടാകുന്നത്. എന്റെ ആത്മാവ് തൃപ്തനായി എന്ന് പറയാറുണ്ട്. തൃപ്ത പരമാത്മാവെന്ന് പറയില്ല. നിങ്ങളുടെ ആത്മാവ് തൃപ്തനായോ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഹാ ബാബ, തൃപ്തമായി. ബാബ എന്താണോ മനസ്സിലാക്കി തരുന്നത് അതും ഡ്രാമയുടെ കളിയാണ്. ഇപ്പോൾ ബാബ നിങ്ങളെ പുതുക്കി പണിയുകയാണ്. നിങ്ങളുടെ ആയുസ് കൽപ്പവൃക്ഷ സമാനമാകുന്നു. പേര് തന്നെ അമരലോകം എന്നാണ്. ആത്മാവും അമരനാണ്. കാലന് വിഴുങ്ങാൻ സാധിക്കില്ല. ബാബ നിങ്ങൾ ആത്മാക്കളോട് സംസാരിക്കുകയാണ്. അകാലനായ ആത്മാവ് ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതിനോടാണ് സംസാരിക്കുന്നത്. ആത്മാവ് ഈ കാതുകളിലൂടെ കേൾക്കുന്നു. നമ്മൾ ആത്മാക്കളെ പഠിപ്പിക്കാൻ തന്നെയാണ് ബാബ വന്നിരിക്കുന്നത്. ബാബയുടെ ദൃഷ്ടി എല്ലായ്പ്പോഴും ആത്മാവിലാണ്. നിങ്ങൾക്കും ബാബ മനസ്സിലാക്കി തരികയാണ്. എല്ലായ്പ്പോഴും സഹോദര ദൃഷ്ടി വയ്ക്കൂ.
സഹോദരനോട് ഞാൻ സംസാരിക്കുകയാണ് എങ്കിൽ ക്രിമിനൽ ദൃഷ്ടി പോകില്ല. ഈ പ്രാക്ടീസ് വളരെ നന്നായി വേണം. നമ്മൾ ആത്മാക്കളാണ്. നമ്മൾ ഇത്രയും ജന്മമെടുത്ത് പാട്ടഭിനയിച്ചു. നമ്മൾ പുണ്യാത്മാവായിരുന്നു. നമ്മൾ തന്നെയാണ് പവിത്രാത്മാവായിരുന്നത്. സ്വർണത്തിൽ തന്നെയാണ് അഴുക്ക് പിടിക്കുന്നത്. ഏതാത്മാക്കളാണോ അവസാനം വരുന്നത് അവരെ എന്തു പറയും? കുറച്ച് ശതമാനം സ്വർണത്തിന്റേതായിരിക്കും. പവിത്രമായി തന്നെയാണ് പോകുന്നത്. എന്നാൽ ശക്തി കുറവല്ലേ? 1-2 ജന്മം കഷ്ടിച്ചെടുത്ത് ഇതിലൂടെ എന്തുണ്ടായി? ബാബ കേൾപ്പിക്കുന്ന മുരളിയാണ് ഖജനാവ്. ബാബ നൽകുന്നത് വരേക്കും നിങ്ങൾ ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ എവർ ഹെൽതി ആകുന്നത്. നിശബ്ദമായിരിക്കുന്നതിലൂടെ വളരെ ലാഭമുണ്ട്. മന്മനാഭവ. ഇതിന്റെ അർത്ഥം പോലും ആരും അറിയുന്നില്ല. ബാബ തന്നെയാണ് ഓരോ കാര്യത്തിന്റെയും അർത്ഥം മനസ്സിലാക്കി തരുന്നത്. ഇവിടെ അനർത്ഥമാണ് ഉള്ളത്. ഏറ്റവും വലിയ അനർത്ഥമാണ് പരസ്പരം കാമവികാരത്തിൽ ഏർപ്പെടുക. ഇതിലൂടെ ആദി മധ്യ അന്ത്യം ദുഃഖം നേടുന്നു. ഏറ്റവും മോശമായ ഹിംസ ഇതാണ്. അതുകൊണ്ടാണ് ഇതിനെ നരകമെന്ന് പറയുന്നത്. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും അർത്ഥം പോലും ആരും മനസ്സിലാക്കുന്നില്ല. സ്വർഗമാണ് നമ്പർ 1, നരകമാണ് നമ്പർ ലാസ്റ്റ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ വിശ്വനാടകത്തിലെ അഭിനേതാക്കളാണ്. നിങ്ങൾ അറിയില്ല അറിയില്ല എന്ന് പറയില്ല. നിങ്ങൾ ശ്രീമത്തിലൂടെ എത്ര നല്ല ചിത്രമാണുണ്ടാക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ മനുഷ്യർ സന്തോഷിക്കും. സഹജമായി തന്നെ മനസ്സിലാക്കുകയും ചെയ്യും. ഈ ചിത്രം ഉണ്ടാക്കുന്നതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. അവസാനം നിങ്ങൾ ഓർമ്മയിൽ തന്നെ ഇരിക്കും. സൃഷ്ടിചക്രവും ബുദ്ധിയിൽ വരും. പുതിയ ലോകം ആരാണ് ഉണ്ടാക്കുന്നത്? പഴയ ലോകം ആരാണ് ഉണ്ടാക്കുന്നത്? ഇത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. സതോ രജോ തമോയിലേക്ക് എല്ലാവർക്കും വരിക തന്നെ വേണം. ഇപ്പോൾ കലിയുഗമാണ്. ബാബ വന്ന് നമ്മളെ സ്വർഗത്തിന്റെ അധികാരി ആക്കുമെന്ന് ആർക്കും അറിയില്ല. അവരുടെ ചിന്തയിൽ പോലും വരുന്നില്ല. നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനമുണ്ട്. രചയിതാവായ ബാബ ഇതിലിരുന്ന് മനസ്സിലാക്കി തരികയാണ്. ഞാൻ നിങ്ങൾ ആത്മാക്കളുടെ അച്ഛനാണ്. പരിധിയില്ലാത്ത ടീച്ചറാണ്. ഈ സംഗമയുഗമാണ് പുരുഷോത്തമ യുഗം. സത്യയുഗത്തെയും കലിയുഗത്തെയും പുരുഷോത്തമമെന്ന് പറയില്ല. ബാബ വന്ന് രാജയോഗം പഠിപ്പിക്കുമ്പോൾ സംഗമത്തിൽ മാത്രമാണ് നിങ്ങൾ പുരുഷോത്തമനാകുന്നത്. ദിനം പ്രതിദിനം നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് വളരെ എളുപ്പമാകും. വൃക്ഷം വൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും. ദീപത്തിലേക്ക് സമർപ്പണമാകുന്നതിന് വളരെയധികം ഈയാംപാറ്റകൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ബാബയെ ഞങ്ങൾ എങ്ങനെ ഉപേക്ഷിക്കും? ആവേശം വളരെ പേരിൽ വരുന്നുണ്ട്. ബാബയിൽ നിന്ന് വിശ്വത്തിന്റെ ചക്രവർത്തി പദവി ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനു വിട്ടുപോകണം? ഇവിടെയാണെങ്കിൽ നമ്മൾ സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. ഇവിടേക്ക് ഒരു കാലനും വരാൻ സാധിക്കില്ല. ബാബയുടെ ശ്രീമത്ത് എടുക്കേണ്ടതായി ഉണ്ട്. ബാബ പറയും, ഇങ്ങനെ ചെയ്യരുത്. ലഹരിയുണ്ടാകും. എന്നാൽ എല്ലാവരും ഇവിടെ വന്നിരിക്കുക എന്നത് ഡ്രാമയിൽ ഇല്ല. ഇതെല്ലാം നശിക്കാനുള്ളതാണ് എന്നറിയുമ്പോൾ ആവേശം വരുന്നുണ്ട്. പാർട്ടുള്ളവർ കേട്ടുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, നിങ്ങൾ LLB ICS പഠിക്കുന്നു. ഇതിലൂടെ എന്താണ് ലഭിക്കുക? നാളെ ശരീരം വിടുകയാണെങ്കിൽ എന്ത് ലഭിക്കും? ഒന്നുമില്ല. അതാണ് വിനാശി വിദ്യ. ഇതാണ് അവിനാശി വിദ്യ. അത് അവിനാശി ബാബ നൽകുന്നു. സമയം വളരെ കുറവാണ്.
ഈ ജന്മത്തിൽ തന്നെ തമോ പ്രധാനത്തിൽ നിന്ന് സതോ പ്രധാനമാകണം. അതും ഓർമ്മയിലൂടെ മാത്രമേ ആകൂ. മറ്റെല്ലാ ദേഹത്തിന്റെ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് എന്നെ മാത്രം ഓർമ്മിക്കൂ. ശരീരത്തിൽ ഗ്യാരണ്ടിയില്ല. പഠിച്ചു പഠിച്ച് മരിച്ചു പോകുന്നു. അതുകൊണ്ട് ബാബയുടെ ജോലിയാണ് മനസ്സിലാക്കി തരിക എന്നത്. ആ പഠിപ്പിൽ എന്ത് സമ്പാദ്യമാണുള്ളത്, അതുപോലെ ഈ പഠിപ്പിൽ എന്ത് സമ്പാദ്യമാണുള്ളത്. ഇതാണെങ്കിൽ നിങ്ങൾക്കറിയാം, ശിവ് ബാബയുടെ ഭണ്ഡാരി സദാ നിറഞ്ഞതാണ്. ഇത്രയും കുട്ടികൾ പാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചിന്തയുടെ ഒരു കാര്യവുമില്ല. വിശന്ന് മരിക്കില്ല. ലൗകിക അച്ഛനും നോക്കാറുണ്ട്, കുട്ടികൾക്ക് ഭക്ഷണം ലഭിക്കുന്നില്ലെങ്കിൽ സ്വയവും കഴിക്കില്ല. കുട്ടികളുടെ ദുഃഖം അച്ഛന് സഹിക്കാൻ കഴിയില്ല. കുട്ടികൾ ആദ്യം, പിന്നെ അച്ഛൻ. അമ്മ ഏറ്റവും അവസാനമാണ് കഴിക്കുന്നത്. അവശേഷിക്കുന്ന ഉണങ്ങി വരേണ്ടത് കഴിക്കുന്നു. നമ്മുടെ ഭണ്ഡാരിയും ഇങ്ങനെ തന്നെയാണ്. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. ഭായി ഭായി ദൃഷ്ടി പക്കായാക്കണം. ഞാൻ ആത്മാവ് സഹോദരാത്മാവിനോട് സംസാരിക്കുകയാണ്. ഈ അഭ്യാസം ചെയ്ത് ക്രിമിനൽ ദൃഷ്ടിയെ പരിവർത്തനപ്പെടുത്തണം. 2. ബാബ ജ്ഞാനത്തിന്റെ ഖജനാവ് നൽകുമ്പോൾ ഓർമ്മയിലിരുന്ന് ബുദ്ധിയാകുന്ന സഞ്ചിയിൽ അത് നിറയ്ക്കണം. നിശബ്ദമായിരുന്ന് അവിനാശി സമ്പാദ്യം സമ്പാദിക്കണം. വരദാനം: ആത്മീയ പുഞ്ചിരിയിലൂടെ മുഖത്ത് പ്രസന്നതയുടെ തിളക്കം കാണിക്കുന്ന വിശേഷ ആത്മാവായി ഭവിക്കൂ. ബ്രാഹ്മണ ജീവിതത്തിന്റെ വിശേഷതയാണ് പ്രസന്നത. പ്രസന്നത അർത്ഥം ആത്മീയ പുഞ്ചിരി. പൊട്ടിച്ചിരിയല്ല, എന്നാൽ പുഞ്ചിരി. ഇനി ആരെങ്കിലും ചീത്ത പറഞ്ഞാലും താങ്കളുടെ മുഖത്ത് ദുഃഖത്തിന്റെ അല വരരുത്. സദാ പ്രസന്ന ചിത്തം. ഇങ്ങനെ ചിന്തിക്കരുത്, അവർ 1 മണിക്കൂർ പറഞ്ഞു, ഞാൻ 1 സെക്കൻഡല്ലേ പറഞ്ഞുള്ളൂ. സെക്കൻഡ് ആണെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ ചിന്തിച്ചു, മുഖത്ത് അപ്രസന്നത വന്നു എങ്കിൽ തോറ്റുപോകും. 1 മണിക്കൂർ സഹിച്ചു, പിന്നെ കുക്കറിൽ നിന്ന് ഗ്യാസ് പുറത്തു വന്നു. ശ്രേഷ്ഠ ജീവിതത്തിന്റെ ലക്ഷ്യമുള്ള വിശേഷാത്മാവ് ഇങ്ങനെ പ്രഷർ കുക്കർ ആകില്ല. സ്ലോഗൻ: ശീതള ശരീരമുള്ള യോഗി സ്വയം ശീതളമായി മറ്റുള്ളവരെ ശീതള ദൃഷ്ടിയിലൂടെ സായുജ്യമടയിക്കുന്നു. അവ്യക്ത ശാന്തിയിലൂടെ ഡബിൾ ലൈറ്റ് ഫരിഷ്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. ഏതുപോലെയാണോ ശാസ്ത്രജ്ഞർ മരുഭൂമിയിലും ധാന്യം വിളയിക്കുന്നത്, ഇതുപോലെ താങ്കൾ ശാന്തിയിലൂടെ ഭൂമിയെ പരിവർത്തനം ചെയ്യൂ. ഇതിനു വേണ്ടി ശുഭഭാവന സമ്പന്നമാകൂ. ബ്രഹ്മബാബയെ പിന്തുടരൂ. ശാന്തിയുടെ ശക്തിയിലൂടെ ഏതൊരാത്മാവിന്റെയും വൃത്തി ദൃഷ്ടിയുടെ പരിവർത്തനം ചെയ്യൂ. ഏതുപോലെയാണോ ക്രോധം അജ്ഞാനത്തിന്റെ ശക്തിയായിട്ടുള്ളത്, അതുപോലെ ജ്ഞാനത്തിന്റെ ശക്തിയാണ് ശാന്തി, സഹനശക്തി. ഇപ്പോൾ ഈ ഗുണങ്ങളെ തന്റെ സംസ്കാരമാക്കൂ. എങ്കിൽ സഹജമായി ഡബിൾ ലൈറ്റ് ഫരിഷ്ത ആകും. ഓം ശാന്തി.